ഹലോ, ആരാ? ഉസ്താദ് ഉസ്മാൻ. എവിടുന്നാ? കമ്മിങ് ഫ്രം കുവൈറ്റ്. മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം ഏത് ഫ്ലാറ്റിലാണ് താമസം? മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം എന്നൊരാൾ ഇവിടെ താമസമില്ല. റോയിച്ച് എന്നൊരു സാറ് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മളാരാ? ഞാൻ മുകളത്തെ ഫ്ലാറ്റിലെ ഡ്രൈവറാ. ഡ്രൈവറാണല്ലേ? കൺട്രി ഫെലോ. എവിടുന്ന് കുറ്റിയും പഠിച്ച് വന്നടാ ഇതൊക്കെ? മിസ്റ്റർ റോയിച്ചനുണ്ടോ? ഉണ്ടല്ലോ. എവിടുന്ന് വരുന്നു? ഐ ആം ഫ്രം കോട്ടയം. ആ, കയറി ഇരിക്കൂ, വിളിക്കാം. താങ്ക് യു. മിസ്സിസ് ആണല്ലേ? നിങ്ങളുടെ മാരേജ് നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വെൻ ഐ വാസ് ഇൻ കുവൈറ്റ്. എ സി ഇല്ലേ? എങ്ങനെ എ സി ഇല്ല നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഐ കാൻ ബിലീവ് ഇറ്റ്. ഉസ്മാൻ, താനും എത്തിയോ? നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവർ ഉസ്മാൻ. നാട്ടിൽ ഇറച്ചിക്കാരൻ അന്ത്രുവിന്റെ മോൻ കുവൈത്തിലായിരുന്നു. അവിടുന്ന് തല്ലി പറഞ്ഞേച്ചാ. നോ ബുച്ചർ, ഐ ആം ഓൺലി ഡ്രൈവർ. ഡോ ആദ്യം താൻ മലയാളം മര്യാദയ്ക്ക് പറയാൻ നോക്ക്, എന്നിട്ടാവാ ഇംഗ്ലീഷ്. താനിവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ. ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇറച്ചിക്കാരെന്നൊന്നും വിളിക്കരുത്. കോൾ മീ ഓൺലി ഡ്രൈവർ. അത് ന്യായം. വാ, വണ്ടി കാണിച്ചുതരാം. ഇതാ വണ്ടി. ഇത് സുസൂക്കി അല്ലേ? കുവൈത്തില് അറബികൾ 2 മെർസൈഡീസ് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണത്. വേണ്ട, അത് വേണ്ട. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൃഷ്ണ, ഇതാ നമ്മുടെ പുതിയ ഡ്രൈവർ. നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാ? എന്നാ പിടി. ഡ്രൈവറാണല്ലേ? പൂവർ മാൻ. കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത് അവന്റെ പിള്ളേരെയും നോക്കി നടന്നിട്ട് നാട്ടിൽ വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ചു അല്ലേ? സോറി കൃഷ്ണ, കയ്യോട്. നമ്മൾ ഒന്നായിട്ട് ജീവിക്കണ്ടല്ലേ ഇനി വരെ ഇവിടെ? ഹസ് എപ്പോ വിളിച്ചാലും നിങ്ങളുടെ കാര്യം ആദ്യം ചോദിക്കുന്നത്. റോയിച്ചിന് വലിയ ഇഷ്ടമായിരിക്കുക. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്കിൽ വരാനിരിക്കുക. ഇത്തവണ വരുമ്പോ 2 ബെഡ്റൂമിൽ വെക്കാൻ സാനിയോട് 2 AC കൊണ്ടുവരാൻ എഴുതിയിട്ടുണ്ട്. അതേതായാലും നന്നായി. ബെഡ്റൂമിൽ നല്ല ചൂടാണ്. അയ്യോ, ഇവിടുത്തെ ബെഡ്റൂമിലേക്കല്ല, വീട്ടിലെ ബെഡ്റൂമിലേക്കാ. ഓ, ഞാൻ ഉദ്ദേശിച്ചത് മിസസ് മേനോന്റെ ബെഡ്റൂമിൽ വെക്കുന്ന കാര്യം തന്നെയാണ്. ആഹാ, മോൾ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ആണോ? അയ്യോ, അസിന്റെ കോള് വരുന്ന സമയമായി. കോള് വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഹസ് വറീഡാവും. അതാ പുള്ളിക്കാരൻ നേച്ചർ. ഞാൻ വരട്ടെ മോളെ? ആന്റി വരട്ടെ? എന്റെ കർത്താവേ, സഹിക്കത്തില്ല. എന്നാ കത്തിയാ? അപ്പോഴേ കുവൈറ്റ് ഉസ്താദിന് എന്നാ പണിയാണെന്നാ പറഞ്ഞേ? വെള്ളമടി. വെള്ളമടിയോ? അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ആര് പറഞ്ഞു? അവിടെ കൂടുതലും വെള്ളമടിക്കുന്നത് മലയാളികളാണല്ലോ. എത്ര പേരെ നമുക്കറിയാമെന്നറിയോ? നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരു 7-7:30 വരെ നിർത്താതെ ഒരേ അടിയാ. ഇങ്ങനെ തുടരെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ? എന്ന് വെച്ച് അടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഞാൻ വെള്ളം അടിച്ചില്ലെങ്കിൽ അവന്മാർ എന്നെ എടുത്തിട്ട് അടിക്കും. ഇങ്ങനെ വെള്ളമടിച്ചല്ലേ ഞാൻ സുക്കാ പൈൽമാനായി പോയത്. അതെന്താ നിങ്ങളെ കൊണ്ട് വെള്ളം അടിപ്പിക്കണമെന്ന് അറബികൾക്ക് ഇത്ര വാശി? വാശിയല്ല, നമ്മള് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുത്താലല്ലേ അവർക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുള്ളൂ. ആഹാ, അപ്പോ ടാങ്കറിൽ വെള്ളം അടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? പിന്നല്ലാതെ. ഞാൻ വിചാരിച്ചു സ്മാൾ അടിക്കുന്ന കാര്യമാണെന്ന്. സ്മോൾ ആദ്യമൊക്കെ കാറാമല്ലേ? എടാ ഉസ്താദേ, നീ ആ റോട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിരുന്നേ. ഇവിടുത്തെ പൈപ്പിൽ വെള്ളമില്ല. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ, വെള്ളടിക്കാൻ വന്നതല്ല. നിന്നോട് വെള്ളടിക്കാനല്ലേ പറഞ്ഞേ? ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ കുവൈത്തിൽ ടാങ്കറിൽ വെള്ളം അടിച്ച് നടന്നോനാ. അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഇവിടുന്ന് വെള്ളം അടിക്കാൻ പറഞ്ഞാലോ അത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെത്താനെ പോയി കോരണം.
ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരലും മറങ്ങോട്ടിലും ഒക്കെ. എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ ഇടാവളം വിളിക്കുന്നത് കേട്ടോ. എന്താണ് വിളിച്ചാല്? ചെറുപ്പക്കാരായുള്ള നമ്മളോട് പറയും പോലെ പ്രായം ചെന്നവരോട് പറഞ്ഞ അവർക്ക് രസിക്കോ? ഊതരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും യൂണിയൻ അല്ലേ? വാടാ, ഞാൻ കളി പഠിപ്പിച്ചാരാടാ. എടാ സർദാർജീനെ വരച്ചവരെ നിർത്തിയോളാടാ ഈ കത്രീന്. പിന്നെ 2 ചോട്ടകള് പാകല്ലോ. അതെന്നാ പറഞ്ഞിട്ട് പോയത്? നമുക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് ഞങ്ങൾക്കല്ല, നിങ്ങളുടെ തള്ളക്കാ. എന്താണ് കുത്തേ? പാകൽ തുമാരി മാഹേ ഓർ ഏക് ബാർ ബുലാഹേത്തോ നിന്റെ പല്ലടിച്ച് ഞാൻ കൊഴിക്കും. എന്താണ് ഒന്നും ഉണ്ടാത്തത്? കാണിച്ചാൽ ഞാൻ ये बुड्ढी हिंदी में गाली देता है. ധൈര്യം ഉണ്ട് മലയാളം പോലോ? ദേഖേഗാ ബന്ദർ ബന്ദർ की बच्ची കൊരങ്ങത്തി കൊരങ്ങത്തി. ശരിയാക്കണം. നീ എന്ത് മനസ്സിലാക്കി? വിട്ടില്ല. എന്റെ മാതാവേ എനിക്ക് വയ്യായേ. എന്റെ ഈശോ, എന്റെ അമ്മേ എനിക്ക് വയ്യേ. എടത്തിയേ, പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇല്ല റോയി കുഞ്ഞേ, ഇതെന്നെയും കൊണ്ടേ പോവുള്ളെന്ന് തോന്നണേ. പേടിച്ച് പനി വന്നല്ലേ? ആ ഉസ്താദ് ആളാരാണെന്ന് അറിയാവോ? കുവൈത്തിൽ ഹിന്ദിയിലൊക്കെ കവിത എഴുതിയ ആളാ. അയാളോടൊക്കെ എന്തിനാ ഉടക്കാൻ പോകുന്നത്? മരുന്നൊല്ലും വാങ്ങണം. എന്നത്തിനാ കുഞ്ഞേ? മരുന്നൊന്നും വേണ്ട. റോയി കുഞ്ഞിന്റെ കയ്യിൽ ബ്രാൻഡി ഇരിപ്പുണ്ടോ? എന്നാത്തിനാ? കുരുമള ഇട്ട് 2 പെഗടിച്ച പനിയൊക്കെ അങ്ങ് മാറും. ആ ഫസ്റ്റ് മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? സാരമില്ല, കിടന്നട്ടെ, കൊണ്ടുതരാം. വേഗം കൊണ്ടുവരണേ. ഇവിടെ ഇവിടെ ഇരിക്കുന്നു. എന്നതാ കുപ്പി ഇപ്പൊ എവിടെ എടുത്തോണ്ട് പോകുന്നു? കത്തിരണ്ട് ചേട്ടത്തേക്ക് പനിയാ. 2 പേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ? റോയിച്ച, എനിക്കൊരു സംശയം. എന്നതാ? ഈയിടെയായിട്ട് റോയിച്ചിനി 2 പെഗ് എന്നുള്ളത് കൂട്ടുന്നുണ്ടോന്ന്? അയ്യേ, എന്താ രണ്ടുപേരും കൂടി കിച്ചണിൽ കയറിയിരിക്കാൻ? എന്നതാ കയ്യില്? കുറച്ച് പായസം. അയ്യോ, പായസം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. ഷൈനി പറഞ്ഞു. ഇന്നെന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയതാ. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാ. അല്ലേലും ഈ ക്രിസ്ത്യാനിയൊക്കെ ഇറച്ചിയും മീനും അല്ലാതെ വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ ട്യൂഷനിലേല് തൊടുകറിയൊക്കെ വെച്ച് ഈ പഴം, പപ്പടം, പായസം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഊണുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വല്ലോ ഇവക്കറിയാവോ? ഞാൻ കണ്ടില്ലേ പച്ച അരച്ചിട്ട് മൊരിക്കുന്നത്. ഓണം വരട്ടെ. ശ്രീദേവി, ഇത് വെറുതെ സുഖിപ്പിക്കാൻ പറയുന്നതാ കേട്ടോ. ഏയ്, ഞാനുള്ളത് പറഞ്ഞാ. ഞാൻ വരട്ടെ. കണ്ടോടി, എനിക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിക്കൊണ്ട് വന്നത്. അവള് മുമ്പും അങ്ങനെ ഹോസ്റ്റലിൽ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ഉണ്ടായിക്കൊണ്ട് വരും. അങ്ങനെയാണോ? അതെവിടെ വയ്ക്ക്. ആ തേങ്ങ ഒന്ന് ചെറിയ തേങ്ങ തിരിങ്ങാനോ? അല്ലെങ്കിൽ മീനൊന്നും കണ്ടിക്ക്. തേങ്ങ തിരിങ്ങാം. അതായിരിക്കും. എവിടെ തേങ്ങ? ആഹാ, ഇതെന്നാ ഉറക്ക? റോയിച്ച, 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 മണി എത്രയെന്നറിയോ? എന്നാ കാപ്പി. എന്നാ നോട്ടോ ഇത്? റോയിച്ച, വേണ്ട വേണ്ട റോയിച്ച, വേണ്ട റോയിച്ച, വേണ്ട, വേണ്ട. ചേട്ടത്തി, 1 കപ്പ് കാപ്പി കൂടി. ആർക്കാ? റോയിച്ചനാ. കാപ്പിയല്ലേ ഇപ്പൊ കൊണ്ടുപോയത്? കാപ്പി മറിഞ്ഞുപോയി. മറിയും മറിയും. ലോകത്താരും കല്യാണം കഴിക്കാത്ത പോലെ ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത്. വരട്ടെങ്ങ്. എന്തു പറ്റി കുഞ്ഞേ? കാപ്പി പിന്നെയും മറിഞ്ഞു വീണു. ആഹാ, ഇനി മറിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങത്താ, ഇങ്ങോട്ടാ.
ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. എങ്ങനെയുണ്ട് ഒരു മറച്ചില്? മുഴുവൻ മീന്റെ നാറ്റം. എത്ര പെർഫ്യൂം അടിച്ചാലും പോകും തോന്നില്ല. രാജേട്ടന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നത്? ഞാൻ ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടാ ബാങ്കിലോട്ട് കയറിയെന്ന് നിനക്കറിയാവോ? എങ്കിലും റോയ്ച്ചനെ സമ്മതിക്കണം. സിനിമയിൽ കാണുന്ന പോലെ സ്റ്റണ്ട്. ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എന്റെ ദേഹത്ത് മുഴുവൻ തെറിക്കുന്നു. ഞാനിപ്പോ കുളിച്ചേച്ച് ഇറങ്ങിയേ ഉള്ളൂ. നീ തേക്ക്. കുറച്ച് നാളുകൂടി ശരീരമൊക്കെ ഒന്ന് അനങ്ങി നിന്ന. നാന്ന് രാജേട്ടൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. ഓമർ ഇടിച്ച് ചമ്മന്തിയാക്കിയാനെ. അയ്യടാ രാജേട്ടൻ, 5 കൊല്ലം ഞാൻ മലബാർ ഗോപാലം കുരുക്കട കീഴിൽ കളരി പഠിച്ചവനാ. അവന്മാര് 3 അല്ല 300 പേര് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മതി. ഇരുന്നാട്ടെ. അവന്മാരെ കാണിച്ചെന്ന് അബദ്ധമായത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മതി, എണീക്ക്. എണീക്കാൻ നാറ്റുണ്ടോ? നീ നാറ്റുണ്ടോ? ഇല്ലെന്നേ. ഒന്ന് നോക്കിയേ. അയ്യോ, നല്ല വലം തേരിച്ചേ, നല്ല വലം തേര്. അയ്യോ, ആ ഡയറി പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടോ? എവിടെ? കൂടുതൽ ശ്രദ്ധിക്കണ്ട. ആരാ? മാരേജ് ബ്രോക്കർ സുന്ദരേശൻ. എന്നെ കാണുമ്പോഴൊക്കെ ഓടി വരും. വല്ല നല്ല കേസുകളുണ്ടോന്ന് ചോദിച്ച്. കേസുകളോ? ആ, പെൺകുട്ടികളെ. ആ, നല്ല ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സും ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ടത്രേ. നിന്നെ കണ്ട ഇപ്പൊ ഒന്ന് ചോദിക്കും കല്യാണം കഴിച്ചാണോന്ന്. ചോദിച്ചാൽ നീ പറഞ്ഞാ മാരേജ് ചെയ്തിട്ടില്ല. അയ്യോ, പിന്നെ അയാൾ വീട്ടിലേക്ക് കയറി വരും. അത് വരുമ്പോ നോക്കാം. അല്ല, ഈയിടക്ക് അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ. ദേവന്മാരൊക്കെ അങ്ങ് മറന്നോ? ഞാൻ നടക്കട്ടെ ചേച്ചി. എന്താ പേര്? ഷൈനി. അതാ നല്ല ഷൈനി. നല്ല ഐശ്വര്യമുള്ള മുഖം. ആരാ? സ്വന്തക്കാരാ? താഴത്തെ ഫ്ലാറ്റ് താമസിക്കുന്നത്. പുതിയതായിട്ട് വന്നാണല്ലേ? അതെ. ഒരു ഡോക്ടർ കേസ് തൊട്ടുണ്ട് അമേരിക്കയില. കയ്യോടെ പിടിച്ച കാര്യം നടക്കും. ഞാൻ അവരോട് പറയാം. ആ കാര്യം ഞാൻ ഏറ്റെന്നേ. വരട്ടെ വരട്ടെ. നീ സിസ്റ്റർ, ഞാൻ ബ്രദർ. ഇത് വെറും ജോക്കാണേ. രാജ്മോഹൻ, ഇവളുമാരെയൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അമേരിക്ക, ലണ്ടൻ എന്നൊക്കെ കേട്ടാ നമ്മളെ വിട്ടുപോകാൻ വരെ അവർ മടി കാണിക്കത്തില്ല. ആന്ന്. നിങ്ങൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നേ? ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ റോയിച്ച് വെറുതെ വിടാറുണ്ടോ? എന്നിട്ട് പറയും വലിയ സൗന്ദര്യ ആരാധകനാണെന്ന്. അല്ലേ? ബ്രോക്കർ ഒന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. ഷൈനിയെ കണ്ട കല്യാണം കഴിഞ്ഞതാണെന്ന് ആർക്കും തോന്നൂല, അല്ലേ? ഏതായാലും അയാൾ ഇവിടെ കയറി വരുമെന്ന് ഉറപ്പാ. ഞാൻ മാറിക്കളയും. ഓ, ഒരാളും വേണ്ട. അയാളെ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഏതാണ് കുറച്ചോടെ ബാക്കി? തരക്കില്ലല്ലോ. ഇതെന്താ? ഒരുത്തൻ മാറുമ്പോ വേറെ ഒരുത്തൻ. ടാറ്റ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്? നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ? ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലേ ഇതുകൊണ്ട് തട്ടുന്നവരെ നിന്നെയും തട്ടും. ഹലോ, എങ്ങോട്ടായി വാണം വിട്ട പോലെ പോകുന്നത്? ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. ഓ, ആ, നമ്മളാരാ മനസ്സിലായില്ലോ? മിസ്റ്റർ മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല്? ബ്രോക്കർ. എന്തിന്റെ ബ്രോക്കർ? മാരേജ് ബ്രോക്കർ. അത് ശരി. അല്ല, വേറൊന്നും അല്ല. എടാ, നീ ആ കുന്നുംപുറത്തെ കമലാക്ഷിയുടെ മോനെ നല്ല കിളി പോലത്തെ പെണ്ണാന്നും പറഞ്ഞു ഒരുത്തിയെ കൊണ്ട് കൊടുത്തില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പം അവള് വേറൊരുത്തന്റെ കൂടെ പോയി. ഇതാന്നോടാ നിന്റെ കിളി പോലത്തെ പെണ്ണ്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സത്യകേടൊന്നും കാണിച്ചിട്ടില്ല. കിളി ഒരിടത്തും അധിക നേരം ഇരിക്കാറില്ല. മറ്റു പലയിടത്തും നല്ല തീറ്റ കാണുമ്പോ അത് അങ്ങോട്ട് പറന്നു പോകും. പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം.